സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയം ദശകം 4 7-8 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തൽസമാസ്വാദനുരൂപിണിം സ്ഥിതിം തുൽസമാധിമയി വിശ്വനായക ആശ്രിതാഃ പുനരത പരിച്യുതാ വാരഭേമയി ച ധാരണാധികാഃ. അഷ്ടാംഗ സിദ്ധിയോഗാനുഷ്ഠാനങ്ങളെ കൊണ്ട് ഭഗവാനെ ഏതെല്ലാം വിധത്തിലാണ് ഉപാസിക്കേണ്ടത് എന്ന വിഷയങ്ങളാണ് ഈ 4-ാം ദശകത്തിലെ പ്രധാനമായിട്ട് ഉള്ള പ്രതിപാദ്യ വിഷയം. അതാണല്ലോ ഇവിടെ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പറയണു, നിർവികൽപ്പ സമാധി, അതായത് സമാധി എന്ന യോഗാനുഷ്ഠാനം കൊണ്ട് ഭഗവാനെ വാസിച്ചു കൊള്ളാം. അല്ലേ ഗുരുവായൂരപ്പ, ഇനി അഥവാ ഈ നിർവികൽപ്പ സമാധിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു വിഘ്നം അല്ലെങ്കിൽ ഒരു ഭ്രംശം വന്നാൽ വീണ്ടും ധാരണ എന്ന യോഗാനുഷ്ഠാനത്തെ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ഉപാസിച്ചു കൊള്ളാം എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പറയണത്. അടുത്ത ശ്ലോകത്തിൽ നാരദാദി ഋഷീശ്വരന്മാരെ പോലെ അവിടുത്തെ ആ യോഗ സിദ്ധി കൊണ്ട് ധ്യാനയോഗങ്ങളെക്കൊണ്ടും ഭക്തിയോഗങ്ങളെക്കൊണ്ടും ഉപാസിച്ച് യാതൊരു വിഘ്നവും കൂടാതെ സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ ഉപാസിക്കാനുള്ള ആ ഒരു അവസ്ഥ ഭാഗ്യം അവിടുന്ന് അനുഗ്രഹിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. ഇത്തമഭ്യസന നിർഭലോല്ലസൽ ത്വൽപദാത്മ സുഖകൽപിതോത്സവാഃ മുക്തഭക്തകുലമൗലിതാം ഗതാഃ സഞ്ചരേമ സുഖനാരദാദിവൽ. ഹേ ഗുരുവായൂരപ്പ, ശ്രീശുക ബ്രഹ്മർഷി, ശ്രീനാരദ മഹർഷി തുടങ്ങിയിട്ടുള്ള യോഗീശ്വരന്മാർ, ഋഷീശ്വരന്മാർ യാതൊരു വിഘ്നവും കൂടാതെ ധാരണ എന്ന ആ യോഗസിദ്ധിയെക്കൊണ്ടും അതേപോലെ തന്നെ ഭഗവാനിൽ ലയിച്ചുകൊണ്ട് ധ്യാനയോഗത്തെക്കൊണ്ടും ഭക്തിയോഗത്തെക്കൊണ്ടും ഉപാസിച്ചുകൊണ്ട് അവിടുത്തെ നാമങ്ങൾ പാടിക്കൊണ്ട് യാതൊരു വിഘ്നവും കൂടാതെ സഞ്ചരിക്കണു. അതിന് അവിടുന്ന് അനുഗ്രഹിച്ച അവരെ ആ ഋഷീശ്വരന്മാരെ പോലെ സഞ്ചരിച്ചുകൊണ്ട് വിഘ്നങ്ങളൊന്നും കൂടാതെ സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ ഉപാസിക്കാനുള്ള ഒരു കാരുണ്യം ഭാഗ്യം അവിടുന്ന് അനുവദിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ധാരണ എന്ന ആ യോഗാനുഷ്ഠാനം ആരംഭിക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ട് ആസന വിജയം മുതലായിട്ടുള്ള സിദ്ധികളെ കൈവരിക്കണം എന്ന് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിക്കുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധത്തിൽ 1-2 അധ്യായങ്ങൾ ഈ അഷ്ടാംഗയോഗസിദ്ധി പ്രകാരമുള്ള ഉപാസനാ മാർഗങ്ങളെക്കുറിച്ച് തന്നെയാണ് അവിടെ വിവരിക്കുന്നത്. അപ്പോൾ അവിടെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനെ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്യാനായിട്ടിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിൻ്റെ അടുത്ത് ശ്രീശുക ബ്രഹ്മർഷി വരേണ്ടത് ശുക പരീക്ഷി സംവാദം ആരംഭിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധം മുതൽക്കാണ്. അപ്പോൾ അവിടെ ആദ്യം ഈ അഷ്ടാംഗയോഗാനുഷ്ഠാനങ്ങളെ കൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്ന ആ ക്രമങ്ങളൊക്കെയാണ് ആദ്യം വിവരിക്കുന്നത്. അതാണ് ജിതാസനോ ജിതശ്വാസോ ജിതശങ്കോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവൽ തേജോ രൂപേ മന സന്ധാരേദ്ധിയ. അവിടെ പറയണു, ആസനാവിജയം, ശ്വാസവിജയം, അതായത് പ്രാണായാമം, അതേപോലെ തന്നെ നിസ്സംഗത്വം, ഇന്ദ്രിയജയം എന്നിവ സമ്പാദിച്ചിട്ട് ഭഗവാന്റെ ആ സ്ഥൂല രൂപത്തിൽ ബുദ്ധിയോടുകൂടി മനസ്സിനെ ഉറപ്പിച്ചിട്ട് ധാരണയെ സ്വീകരിച്ച് അല്ലെങ്കിൽ ധാരണ എന്ന ആ യോഗാനുഷ്ഠാനത്തെ സ്വീകരിച്ച് അവിടുത്തെ ഉപാസിച്ചുകൊണ്ട് അടിയൻ
കാലം കഴിച്ചു കൂട്ടിക്കൊള്ളാം. ഇവിടെ ഇങ്ങനെ ഭാഗവതത്തിലും ഇത് തന്നെയാണ് പറയണത്. അപ്പം അങ്ങനെ ആ ധാരണയെ ആശ്രയിക്കുന്നത് എങ്ങനെയാണ് എന്നിവിടെ ഇങ്ങനെ പറയണു. അപ്പോൾ ഇവിടെയും മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആ നിർവികൽപ്പ സമാധിയിൽ നിന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ഭ്രംശം വന്നാൽ ധാരണ എന്ന യോഗാനുഷ്ഠാനത്തെ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ധ്യാനിച്ചുകൊണ്ട് ധ്യാനയോഗത്തിൽ കൂടിയും ഭക്തിയോഗത്തിൽ കൂടിയും അവിടുത്തെ ഉപാസിച്ചോളാം എന്ന് ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂര് പറയാണ്, അല്ലെങ്കിൽ അപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം, ആയുരാരോഗ്യ സൗഖ്യം അടിയന് നൽകി അനുഗ്രഹിക്കണേ, കാരുണ്യുണ്ടാവണേ എന്ന് മേൽപ്പത്തൂര് വീണ്ടും വീണ്ടും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണു. ഇനിയുള്ള ശ്ലോകങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ശ്രീശുക ബ്രഹ്മർഷി, ശ്രീനാരദ മഹർഷി തുടങ്ങിയിട്ടുള്ള ഋഷീശ്വരന്മാർ യാതൊരു വിഘ്നവും കൂടാതെ, യാതൊരു ദുഃഖവും കൂടാതെ ഭഗവാനെ ആ നിരന്തരം ധ്യാനയോഗത്തിൽ കൂടി അല്ലെങ്കിൽ ധാരണ എന്ന ആ യോഗസിദ്ധിയൊക്കെ സ്വീകരിച്ചുകൊണ്ട് യാതൊരു വിഘ്നവും കൂടാതെ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ ആ ഉപാസിക്കുന്ന ആ ഋഷീശ്വരന്മാരുടെ അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.